ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മോളുടെ അച്ഛനും അമ്മയും ആരാണെന്ന് ആ സ്വാമിജി പറഞ്ഞില്ല. ഇനി നമ്മൾ എത്ര ചോദിച്ചാലും അദ്ദേഹം അത് പറയുമെന്നും തോന്നുന്നില്ല. ഇല്ല, അങ്കിൾ എന്നോട് പിന്നെയും കള്ളം പറയുവാ. ഞാൻ ഇനി അങ്കിളിനോട് മിണ്ടത്തില്ല. എന്റെ അനിയനെ നീ എപ്പോഴാ കാണാൻ തുടങ്ങിയത്? ഗോകുലിന്റെ ഭാര്യയെ നീ എങ്ങനെയാ വന്നത്? ശിശിരേ, അതൊന്നും ആരും എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ജനിച്ചപ്പം മുതൽ കാണാൻ തുടങ്ങിയതാ ഞാൻ ഇവനെ. ഇവൻ എന്താണെന്ന് നിന്നേക്കാൾ നല്ലതുപോലെ എനിക്കറിയാം. ഇപ്പോഴല്ലേ ഇവൻ വക്കീലായത്. കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഇവൻ ആരായിരുന്നു നിനക്കറിയോ? കോളേജിലെ നല്ല ഒന്നാന്തരം ഗുണ്ടയായിരുന്നു ഇവൻ. അന്ന് ഇവന്റെ പേരില് കേസുകൾ എത്രയുണ്ടായെന്ന് നിനക്കറിയോ? ഇനിയും പറയിപ്പിച്ചാലേ ഞാൻ എല്ലാം പറയും. നീ എന്ത് വേണമെങ്കിലും പറഞ്ഞു. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, എനിക്കിതിൽ ഒരു പങ്കുമില്ല. അത് സത്യവാ. വാ തുറന്ന് സംസാരിക്കാൻ പറ്റുന്നൊരു സമയം വരട്ടെ. അപ്പോ രാജീവേട്ടൻ തന്നെ പറയും ആരാ ഇത് ചെയ്തേന്ന്. അവൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്തിനാ നീ ഇത്ര ബഹളം ഉണ്ടാക്കുന്നേ? അമ്മയ്ക്കല്ലെങ്കിലും മോന്റെ പക്ഷം തന്നെയാ വലുത്. അതെനിക്ക് പണ്ടേ അറിയാം. ദേ, ഒരു കാര്യം ഞാൻ പറയാം. സംസാരിക്കാറാവുമ്പോ രാജീവേട്ടൻ ഇത് ചെയ്തത് നീയാണെന്നെങ്ങാനും പറഞ്ഞാ ഞാൻ ആ വീട്ടിൽ കെട്ടിത്തൂങ്ങിച്ചാവും. ചേച്ചിക്ക് ചേച്ചിയുടെ ഭർത്താവിനെ വിശ്വാസമില്ല, സഹോദരനെ വിശ്വാസമില്ല, മറ്റാര് പറയുന്നതും വിശ്വാസമില്ല. പക്ഷേ എന്റെ ഭർത്താവിനെ എനിക്ക് വിശ്വാസമാണ്. ഗോകുൽ ഇത് ഒരിക്കലും ചെയ്യില്ല. അതെന്താ നിനക്ക് അത്രയ്ക്കുറപ്പ്? അങ്ങനെ എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഗൂഗിളിൽ എന്റെയോ നിങ്ങളുടെ ആരുടെയോ മുഖത്ത് നോക്കി ഇങ്ങനെ സംസാരിക്കാൻ പറ്റില്ലായിരുന്നു. കുറ്റവാളി പോലെ മുഖം താഴ്ത്തി ഇപ്പൊ ഇവിടെ നിൽക്കുമായിരുന്നു. ചേച്ചിയോ നോക്ക്, ഗൂഗിളിന്റെ മുഖവും കണ്ണുകളും ഒരു ഇഞ്ച് പോലും താഴ്ന്നിട്ടില്ല. അതിനർത്ഥം ഗൂഗിൾ അത് ചെയ്തിട്ടില്ല എന്ന് തന്നെയാ. മതി, എല്ലാവരും കൂടി ഇനി ഇവിടെ നിൽക്കണ്ട. മോളെ, നീ ഗോകുലിനെ വിളിച്ച് വീട്ടിലേക്ക് വയ്ക്കോ. ശിശിരയുടെ കൂടെ ഞാൻ ഇവിടെ നിന്നോളാം. അമ്മേ, അത് ഡോക്ടർമാരൊന്നും പറയാതെ എന്തെങ്കിലും പറയുമ്പോ ഞാൻ തന്നെ വിവരം അറിയിച്ചോളാം. അതുവരെ നിങ്ങൾ ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല. പൊയ്ക്കോ. ഇവളിങ്ങനെ കിടന്ന് ചലച്ചോണ്ടിരിക്കും. വെറുതെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കണ്ട. ആരെങ്കിലും കണ്ട പോകുന്നത് നിന്റെ അഭിമാനോ? ഗൂഗിൾ, അമ്മ പറഞ്ഞത് ശരിയാ, നമുക്ക് പോവാം. ആദ്യം രാജീവ് എന്തെങ്കിലും ഒന്ന് സംസാരിക്കാനാവട്ടെ, എന്നിട്ട് നമുക്ക് ഇക്കാര്യം രാജീവിനോട് തന്നെ ചോദിക്കാം. ശരി, പോവാം. നീ പറഞ്ഞതൊക്കെ നീ തന്നെ മാറ്റി പറഞ്ഞൊരു സമയം വരും, നോക്കിക്കോ. അങ്കിൾ, അങ്കിളെ എന്തായി? ആശ്രമത്തിൽ പോയോ? എന്തെങ്കിലും വിവരം കിട്ടിയോ? ഇങ്ങനെ ഒറ്റ ശ്വാസത്തില് എല്ലാം കൂടെ ചോദിക്കാതെ ഓരോന്നായിട്ട് അങ്കിള് പറയാം. വാ. ആ പറയങ്കിളെ. അങ്കിൾ ആശ്രമത്തിൽ പോയി ആ സ്വാമിജിയെ കണ്ടു. എന്നിട്ട് സ്വാമിജി എന്ത് പറഞ്ഞു? ആരാ എന്നെ അവിടെ കൊണ്ടു കൊടുത്തേ? അത് പറഞ്ഞോ? മുരുകനും കഞ്ഞിമൊഴിയും തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ എന്തോ ജോലിക്ക് വന്നവരാ.
അവരാണ് ആ കുഞ്ഞിനെ ഇവിടെ ഏൽപ്പിച്ചത്. ഈ അടുത്ത് മുരുകനും കനിവഴിയും ഒരു അപകടത്തിൽ മരിച്ചതായി പത്രത്തിൽ കണ്ടു. അങ്കിൾ എന്താന്നും മിണ്ടാത്തേ? പറയങ്ങളെ, സ്വാമിജി എന്താ പറഞ്ഞേ? അപ്രിയമായ ചില സത്യങ്ങൾ പറയാതിരിക്കുന്നതല്ലേ നല്ലത്. ചിപ്പിയെ ആരും അവിടെ ഉപേക്ഷിച്ചു എന്ന് മാത്രം പറഞ്ഞാൽ മതി. വെറുതെ അവൾക്കൊരു പ്രതീക്ഷ കൊടുക്കണോ? ഇപ്പൊ ജീവിക്കുന്ന സന്തോഷത്തില് അവൾ ജീവിക്കട്ടെ, അതല്ലേ നല്ലത്. അത് പിന്നെ മോളെ, സ്വാമിജിയുമായി എല്ലാ കാര്യങ്ങളും സംസാരിച്ചു. എന്നിട്ട് കൂടുതൽ കാര്യങ്ങളൊന്നും സ്വാമിജി വിട്ടു പറഞ്ഞില്ല. അങ്കിൾ ഇത് വെറുതെ പറയുവാ. അങ്കിൾ ആശ്രമത്തിൽ പോയിട്ടില്ല. അല്ല മോളെ, പോയി. അങ്കിളിന്റെ കൂടെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു. ഞങ്ങൾ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് സ്വാമിജിയോട് ചോദിച്ചു. പക്ഷേ ആശ്രമത്തിലെ നിയമം അനുസരിച്ച് ദത്തെടുത്ത ആരുടെയെങ്കിലും വിവരമോ കുട്ടികളെ അവിടെ കൊടുക്കുന്നവരുടെ കാര്യമോ ആരോടും തുറന്നു പറയാൻ പാടില്ലെന്നാ സ്വാമിജി പറയുന്നേ. അങ്കിൾ എന്നോട് വെറുതെ പറയുവാ. അല്ല മോളെ, കൂടുതൽ വിവരങ്ങളൊന്നും പറയാൻ ആ സ്വാമിജി തയ്യാറായില്ല. സത്യം? ഈശ്വര, ഏതോ പാവപ്പെട്ട തമിഴ് ദമ്പതികളായ മുരുകന്റെയും കനിമൊഴിയുടെ മകളാണ് ചിപ്പിയെന്ന് എങ്ങനെ ഇവളോട് പറയും? അങ്കിൾ എന്താ പ്രോമിസ് ചെയ്യാത്തെ? അപ്പൊ അങ്കിൾ അവിടെ പോയിട്ടില്ലല്ലേ? അല്ല മോളെ, പോയി. സ്വാമിജിയെ കണ്ടു. ഞാൻ പറഞ്ഞതെല്ലാം സത്യം. മോളുടെ അച്ഛനും അമ്മയും ആരാണെന്ന് ആ സ്വാമിജി പറഞ്ഞില്ല. ഇനി നമ്മൾ എത്ര ചോദിച്ചാലും അദ്ദേഹം അത് പറയുമെന്നും തോന്നുന്നില്ല. ഇല്ല, അങ്കിൾ എന്നോട് പിന്നെയും കള്ളം പറയുവാ. ഞാൻ ഇനി അങ്കിളിനോട് മിണ്ടത്തില്ല. മോളെ, ചിപ്പി, ഒന്ന് അവിടെ നിൽക്കേ. മോളെ, അങ്കിള് പറഞ്ഞ സത്യ. മോളെ, ചിപ്പിമോക്ക് ആകെ വിഷമമായല്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ?